ജോൺ സീന, ബ്രോക്ക് ലെസ്നർ ഇവർക്ക് നടക്കുന്ന മാച്ചിൽ എന്ത് ടൈപ്പ് സ്റ്റിപ്പുലേഷനാണ് WWE ആഡ് ചെയ്യാൻ പോകുന്നത്? അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളൻസിന് റെസൽമേനിയയിൽ ഒരു ഓപ്പോണന്റിനെ WWE ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് റൂമർ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസ്ലറുമായിട്ടാണ് ഡേ 1 മെയിൻ ഇവന്റിൽ സെത്ത് റോളൻസിന് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആരാണെന്നും പറയാം. അതുപോലെ നമ്മുടെ ക്രിസ് ജെറിക്കോ വീണ്ടും WWE തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റൂമർ ഉണ്ട്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്നും ഈ വീഡിയോയിൽ പറയാം. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് WWE സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മാച്ചിൽ ഇപ്പൊ ഫാൻസിന് എതിർപ്പ് വന്നിട്ടുണ്ട്. അതായത് റോമൻ റെയിൻസ് വേഴ്സസ് ബ്രോൺസൺ റീഡ് മാച്ചിലാണ്. അതായത് ഇവർക്ക് സിംഗിൾസ് മാച്ച് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ റോമൻ റെയിൻസ് ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രോൺസൺ റീഡ് റോമൻ റെയിൻസിന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ ആ ഒരു ഷൂവിന് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലാണ് സെഗ്മെന്റിലും ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് പോൾ ഹേമൻ ആയാലും ബ്രോൺസൺ റീഡിനെ അങ്ങനെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നടക്കാൻ പോകുന്ന ഈ മാച്ചിന്റെ അവസാനത്തിൽ റോമന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ ആ ഒരു ഷൂ എല്ലാം റോമൻ റെയിൻസ് തിരികെ എടുക്കും. ഇതാണ് ഈ മാച്ചിന്റെ ക്ലൈമാക്സിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഫാൻസിന് അതങ്ങനെ താല്പര്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കാര്യം മാത്രം ഒഴിവാക്കിക്കൊണ്ട് സാധാരണ സിംഗിൾസ് മാച്ച് വെക്കാനായിട്ട് നമ്മൾക്കറിയാം റോമൻ ഏത് ടൈപ്പ് റെസ്ലറാണ് എന്ന്. വന്ന് ഷോവിന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥ എത്തി എന്ന ലെവലിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സാധാരണ സിംഗിൾസ് മാച്ച് വെച്ചാൽ മതി എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ പറയുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതായത് റോമന്റെ ഷൂ അടിച്ചു മാറ്റി റോമൻ അത് തിരികെ എടുക്കുന്നതാണോ നല്ലത്, അതോ നോർമൽ മാച്ച് വരുന്നതാണോ നല്ലത് എന്ന്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കമന്റ് ചെയ്യുക. എന്തായാലും ഒരുവിധം ഫാൻസിനൊന്നും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ക്രിസ് ജെറിക്കോ WWE വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാം. നമ്മൾക്കറിയാം ക്രിസ് ജെറിക്കോ മുൻപ് വിൻസ് മിക്മാൻ ഉണ്ടായിരുന്ന സമയത്ത് പെർമിഷൻ എല്ലാം വാങ്ങിക്കൊണ്ട് കെനി ഒമേഗയുടെ കൂടെയൊക്കെ പോയി NJPW മാച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് WWE ക്രിസ് ജെറിക്കോ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് AEW ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്രിസ് ജെറിക്കോ നൈസായിട്ട് AEWയിലേക്ക് പോയി. പിന്നെ എപ്പോഴത്തെയും പോലെ ചില റെസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ WWE കളിയാക്കാനൊക്കെ തുടങ്ങി ക്രിസ് ജെറിക്കോ. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ് ജെറിക്കോയുടെ AEW കോൺട്രാക്റ്റ് അവസാനിക്കാറായി എന്നും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2026 WWE സൗദിയിൽ ചെയ്യാൻ പോകുന്ന റോയൽ റംബിൾ മാച്ചിൽ ക്രിസ് ജെറിക്കോ സർപ്രൈസ് ആയിട്ട് റിട്ടേൺ ചെയ്യും എന്നാണ് പറയുന്നത്. അതും ലാസ്റ്റ് നമ്പറോ അല്ലെങ്കിൽ അവസാനത്തോട് കൂടിയിട്ടോ റിട്ടേൺ ചെയ്യും എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് തീർന്ന് ക്രിസ് ജെറിക്കോയ്ക്ക് അവിടെ സൈൻ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ WWE റോയൽ റംബിൾ മാച്ചിൽ നമ്മൾക്ക് ജെറിക്കോനെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങോട്ട് ഒട്ടും വരില്ല എന്ന് പറഞ്ഞ് WWE വിട്ട് പോയതിന് ശേഷം ഷോ കാണിച്ച റുസേവ് വരെ ഇവിടെ തിരിച്ചു വന്നു. അതുപോലെ CM പങ്ക് വലിയൊരു പ്രശ്നമുണ്ടാക്കി. WWE CM പങ്കും തമ്മിൽ ഒരു യുദ്ധം വരെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള CM പങ്കും WWE തിരിച്ചു വന്നു. അപ്പോൾ WWE അലമ്പില്ലാത്ത അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലാത്ത ക്രിസ് ജെറിക്കോ WWE വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ചില സമയങ്ങളിലൊക്കെ ഇവരെ കളിയാക്കിയിട്ടുണ്ട്. അതെല്ലാം മറന്ന് WWE ക്രിസ് ജെറിക്കോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൺഫേം ആയിട്ട് വരും എന്നല്ല, ഇപ്പോൾ ഈ ഒരു റൂമറാണ് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ക്രിസ് ജെറിക്കോ WWE വരും, അതും സൗദിയിൽ നടക്കാൻ പോകുന്ന റോയൽ റംബിൾ മാച്ചിൽ എന്ന്. അപ്പോൾ CM പങ്ക് വന്നു, കോഡി റോഡ്സ് വന്നു, ഇതുപോലെയുള്ള മെയിൻ റെസ്റ്റേഴ്സിന്റെ പുറകെ ഇനി ക്രിസ് ജെറിക്കോയും WWയിലേക്ക് വന്നു കഴിഞ്ഞാൽ AEW വീണ്ടും പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളൻസിന്റെ റെസൽമേനിയ ഓപ്പോണന്റ് ആരാണെന്ന് നോക്കാം. അപ്പോൾ റെസൽമേനിയ 42 സെത്ത് റോളൻസിന് ഡേ 1 മെയിൻ ഇവന്റ് മാച്ച് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാമി സൈന്റെ കൂടെയാണ്. അതായത് സാമി സൈൻ സൗദിയിൽ നടക്കുന്ന റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യുമെന്ന് സൗദിയിൽ റോയൽ റംബിൾ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് റൂമറും കാര്യങ്ങളും വന്നിരുന്നു. അതായത് സൗദിയിലായതുകൊണ്ട് സാമി ഉറപ്പായിട്ടും വിൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് ശരിവെക്കുന്നത് പോലെയാണ് ഈ റൂമർ വന്നിട്ടുള്ളത്. അതായത് റെസൽമേനിയ 82 സാമി സൈൻ വേഴ്സസ് വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളൻസിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആണ് മെയിൻ ഇവന്റായി നടക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ, സാമി സൈൻ അത് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ 100% സാമി സൈൻ അത് അർഹിക്കുന്നുണ്ട്. അതായത് റോയൽ റംബിൾ വിൻ ചെയ്ത് കഷ്ടപ്പെട്ട് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടിയാൽ സാമി സൈൻ്റെ റേഞ്ച് വേറെ ലെവലാകും എന്ന് കരുതി ജെയ്സോനെ കാണിച്ച പോലെ കാണിക്കാൻ പാടില്ല.
അതുപോലെ ഈ മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം റോമൻ റെയിൻസ്, CM പങ്ക്, സെത്ത് റോളൻസ് ഇവർക്ക് കഴിഞ്ഞ റെസൽമേനിയയിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ച് വെച്ചു. ഇനി റെസൽമേനിയയിൽ ഇവർക്ക് സ്റ്റോറി വരാനൊന്നും ചാൻസ് ഇല്ല, അതിനേക്കാൾ മുൻപ് അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചേക്കാം, സമി സെയിൻ ഇപ്പോൾ സ്മാക്ക് ഡൗൺ അല്ലേ, എങ്ങനെയാണ് റോയിലേക്ക് പോകുക എന്ന്. അത് റോയൽ റംബിൾ ടൈമൊക്കെ ആകുമ്പോഴേക്കും സമി സെയിൻ വീണ്ടും റോയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മാച്ച് നടക്കും എന്നാണ് റൂമറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ബിഗ് മണി മാച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ റോമൻ വേഴ്സസ് സെത്ത് മാച്ചാണ് ഞാൻ പറയുക. റെസൽമേനിയ 42-ൽ ആ മാച്ച് സെറ്റ് ചെയ്താൽ വേറെ ലെവലായിരിക്കും. പക്ഷെ ഇതാണ് റൂമറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സാമി സെയിന് ഇങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ബ്രോക്ക് ലെസ്നർ, ജോൺ സീന ഇവർക്ക് നടക്കാൻ പോകുന്ന മാച്ചിൽ എന്ത് റൂൾസാണ് അല്ലെങ്കിൽ എന്ത് സ്റ്റിപ്പുലേഷനാണ് ആഡ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ ഇവരുടെ മാച്ച് സാധാരണ മാച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു റെസ്ലർ ക്ലീൻ ആയിട്ട് പിൻ ചെയ്യുന്നതായിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ബ്രോക്ക് ലെസ്നർ അല്ലെങ്കിൽ ജോൺ സീന ഇവർക്കുള്ള ഹൈപ്പ് കുറയും എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പ്ലാൻ വന്നിട്ടുള്ളത്. അതായത് ഇവരുടെ മാച്ച് സാധാരണ മാച്ചായി നടത്താതെ ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ചായിട്ട് നടത്തും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ച് ആകുമ്പോൾ മാച്ചിൻ്റെ അവസാനത്തിൽ അനൗൺസ് ടേബിളിൻ്റെ മുകളിലേക്ക് തട്ടിയിട്ടിട്ടോ അനൗൺസ് ടേബിൾ എല്ലാം എടുത്ത് മേലേക്ക് ഇട്ടിട്ടോ മാച്ച് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ക്ലീൻ ആയിട്ടൊന്നും പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഇവരുടെ മാച്ച് കാണിക്കും എന്നാണ് പറയുന്നത്, ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ചായിട്ട്. അപ്പോൾ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ച് ഇവർക്ക് നടന്ന വേറെ ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു മാച്ച് സെപ്റ്റംബർ മാസത്തിലാണ് വരാൻ ചാൻസ് ഉള്ളത്. അതായത് AEWയുടെ കൂടെ ക്ലാഷ് വെച്ചുകൊണ്ട് ഇവർക്ക് മെയിൻ ഇവന്റ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി ഞാൻ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.